ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ലിവർപൂളിലാണ് വന്നിരിക്കുന്നത്. UK ലിവർപൂളിലെ നഗരത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം വന്ന് ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഇവിടുന്ന് കുറച്ച് നടന്ന് ഈ ടൗൺ സെൻറ്ററിൽ തന്നെയാണ് ഞാൻ ഹോട്ടലിൽ റൂം എടുത്തത്. ഇവിടെ ഈ ലിവർപൂളിൽ ഒത്തിരി ചാർജൊന്നുമില്ല, എല്ലാത്തിനും വളരെ ചീപ്പുള്ള ഒരു പ്രദേശമാണ്. വീടുകൾക്കായാലും ടൗണിലത്തെ സാധനത്തിലായാലും ആഹാരത്തിലായാലും പെട്രോളിനായാലും അങ്ങനെ എല്ലാത്തിനും വളരെ ചീപ്പുള്ള ഒരു പ്രദേശമാണ് ലിവർപൂൾ. ഇപ്പോൾ ഇവിടെ ഒത്തിരി കുടിയേറ്റക്കാർ ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഹോട്ടലിൽ ലിവർപൂളിലെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒന്നാണ്. അപ്പോൾ നമ്മൾ നേരം വെളുത്ത് ഇതുവഴിയിലെ ഓരോ കാഴ്ചകളുമായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ കൂടെ ഇങ്ങനെ നടന്ന്, ഇതാണ് ഇവിടുത്തെ ഒരു തുറമുഖമാണ്. ഇവിടുത്തെ റോയൽ ആർബർട്ട് ഡോക്ക് എന്ന വലിയ പ്രശസ്തമായ ഒരു തുറമുഖമാണിത്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് കാണിച്ചതിന് ശേഷം ഞങ്ങൾ പോയി ടൗൺ സെൻറ്ററിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ പാതയോരത്തിൽ കൂടി നടന്നപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു ബോട്ടുണ്ട്. ഇത് ബോട്ടിന് പോലെ യൂസ് ചെയ്യും, കരയും ഇത് യൂസ് ചെയ്യും. കണ്ടപ്പം വളരെ കൗതുകം തോന്നി എനിക്ക്. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത്. ഇതാണ് ഇതിൻ്റെ താഴെ. ഇത് ടൂർ ബസ്സാണ്. ഇതിൻ്റെ അകത്ത് അവർ കണ്ട് £30 പെർ പേഴ്സൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ അവർ നമ്മുടെ ഇതെല്ലാം ചുറ്റി കാണിക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇത് ബോട്ട് വെള്ളത്തിൽ നിന്ന് നേരെ കയറി, കണ്ടോ, ഇത് വെള്ളത്തിൽ നിന്ന് നേരെ കയറി ഇവിടെ വന്നിട്ട് കരയ്ക്കൂടെ ഇവിടെ ലിവർപൂൾ സിറ്റി എല്ലാം കാണിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പങ്കായം ഇരിക്കുന്നു. ഇതാണ് കരയിലും കടലിലും യൂസ് ചെയ്യുന്ന ബോട്ട് അല്ലെങ്കിൽ ബസ്സാണ് ഈ കാണുന്നത്. കണ്ടപ്പം നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് £30 പെർ പേഴ്സണ്. സ്റ്റുഡൻറ്റിനും അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും കുറേ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഈ കാണുന്നതാണ് അവിടുത്തെ തുറമുഖത്തിൻ്റെ കുറേ വിശേഷങ്ങൾ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പതുക്കെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഓരോന്നും നല്ല വെതറായിരുന്നു, അതുകൊണ്ട് മഴയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഓർത്തില്ല ഈ ലിവർപൂൾ സിറ്റി ഇത്രയും വലുതാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഓർത്ത് ബർമിംഗ്ഹാം അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ ഒക്കെ വലിയ സിറ്റി എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ലിവർപൂൾ സിറ്റി അത്ര മോശമല്ല, നല്ല ഒരു വലിയ സിറ്റിയാണ്. ഓരോരോ രസമുള്ള ഫുഡ് സ്റ്റാളുകളാണ് ഇവിടെ ഈ സൈഡെല്ലാം കാണാൻ സാധിക്കുന്ന. ഫുഡുണ്ട്, ഐസ്ക്രീമുണ്ട്. അവർ ഇവിടെ കൊണ്ടുപോയിട്ട് വണ്ടിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് വൈകിട്ട് തിരിച്ച് വണ്ടി ഓടിച്ച് തിരിച്ചു പോകും. നല്ല രസമുണ്ട് ഈ ചെറിയ ചെറിയ വണ്ടികളൊക്കെ കാണാൻ.
അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബില്ലി റൂഫി എന്ന ബ്രിട്ടീഷ് പോപ്പ് സിംഗറാണ്. പുള്ളി 1960 ഒരു ഭയങ്കര ഫേമസ് സിംഗറായിരുന്നു, റോക്ക് സിംഗറായിരുന്നു. പുള്ളിയുടെ പ്രതിമയാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ലിവർപൂൾ മ്യൂസിയം വലിയൊരു മ്യൂസിയമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ലിവർപൂളിലുള്ള പല സാധനങ്ങളും ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയില്ല. അങ്ങനെ ഈ കാണുന്നത് എഡ്വാർഡ് ഏഴാമൻ എന്ന രാജാവിൻ്റെ പ്രതിമയാണ്. ഇദ്ദേഹം 1901 മുതൽ 1910 വരെ ബ്രിട്ടനിലെ രാജാവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ എല്ലാം ഈ മ്യൂസിയത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളവിടെ ഇങ്ങോട്ട് പോയപ്പോൾ ഒരു കപ്പൽ പോകാൻ പോകുന്നത് കണ്ടു. അങ്ങ് അകലെയായിട്ട് വലിയൊരു ക്രൂസ് ഒന്ന് കിടപ്പുണ്ട്.
പക്ഷെ നമ്മുടെ നിൽക്കുന്നതിനേക്കാളും കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. ഈ ഒരു പാലം, കുഞ്ഞു പാലം പോലെ ഉണ്ട്, ഇതങ്ങോട്ട് കയറി അങ്ങോട്ട് പോകണം. ഈ കാണുന്ന ചെറിയ കപ്പൽ പോലത്തെ ഒരെണ്ണം അതൊരു ചെറിയ ചെറിയ ഐലൻഡിലോട്ടൊക്കെ പോകുന്ന ഒരെണ്ണമാണ്. പക്ഷെ അങ്ങ് കാണുന്ന ഈ കാണുന്ന വലിയൊരു ക്രൂസാണ്. ഇതിപ്പോൾ ഇവിടെ ഈ ഡോക്കിൽ വന്ന് ഇങ്ങനെ കിടന്നിട്ട് അവർ വൈകുന്നേരം ആകുമ്പം ആൾക്കാരെ എല്ലാം എടുത്ത് തിരിച്ച് വീണ്ടും അടുത്ത രാജ്യത്തോട്ട് പോകും. ഇങ്ങനെ ഈ ക്രൂസിൽ പോകുമ്പോൾ അങ്ങനെയാണ്. ഓരോ രാത്രി മുഴുവൻ ക്രൂസ് ഓടും. പിന്നെ ഏതെങ്കിലും പോർട്ടിൽ ചെന്നിട്ട് അതിരാവിലെ നിർത്തും. എന്നിട്ട് ആൾക്കാരെ ഇറക്കി വിടും. എന്നിട്ട് അവർ ആ സിറ്റി എല്ലാം കറങ്ങി അടിച്ച് കണ്ടിട്ട് തിരിച്ച് വീണ്ടും അവർ ക്രൂസിൽ യാത്ര ചെയ്തിരിക്കും. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇത് പോകുന്ന അറിയത്തുമില്ല. അപ്പോൾ ഈ കാണുന്ന ഈ മഹാനഗരമാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല നല്ല ബിൽഡിങ്ങുകളും പുരാതന ഒത്തിരി പഴക്കം ചെന്ന ഓരോ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ ഉദ്ദേശിച്ചേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ലിവർപൂൾ സിറ്റിയിൽ പോയപ്പം. വേറൊരു ചെറിയൊരു ബോട്ട് പോയെന്നു. ഇതൊക്കെ ഒരു ഫെറി പോലത്തെ സംഭവം തോന്നുന്നു. കാണുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഓരോരോ ബിൽഡിങ്ങുകളും ഒക്കെയാണ്. പട്രീഷ്യ ബ്രിട്ടീഷ് മ്യൂസിക് എക്സ്പീരിയൻസ്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ബില്ലി ഫൂറി ബ്രിട്ടീഷ് പോപ്പ് സിംഗറിൻ്റെ ഓരോ മ്യൂസിയവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് ബില്ലി റൂഫിയുടെ ടീം, അവരുടെ ബാൻഡാണ് ഈ കാണുന്നത്. ഇവർ ഇത്രയും പേരായിരുന്നു. അവരുടെ പ്രതിമയാണ് ഈ കാണപ്പെടുന്നത്. അപ്പോൾ ബില്ലി റൂഫിയുടെ പോപ്പ് സിംഗർ, ബ്രിട്ടീഷ് പോപ്പ് സിംഗറിൻ്റെ ഗ്രൂപ്പാണ് ഈ കാണുന്നത്, അവരുടെ ബാൻഡ്. അതിൻ്റെ അടുത്ത് ഒരാൾ നിന്നുകൊണ്ട് നല്ലതായിട്ട് ഗിറ്റാർ വായിച്ച് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഏതോ മിനിസ്റ്റർ അതുവഴി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതെല്ലാം കത്തിച്ച് കൊണ്ട് ഭയങ്കര ബഹളമായിരിക്കും. ഇവിടെ ഒരു മന്ത്രി പോകുന്നത് വളരെ സിമ്പിളായിട്ടാണ്. കണ്ടോ, 2 പോലീസും ഒരു കാറും അത്രേ ഉള്ളൂ. നടിച്ചു വിട്ട് പോവുകയാണ്. ഏതോ വലിയ, എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്ററാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ലാതെ ചെറിയ സാധാരണ മിനിസ്റ്റേഴ്സ് ഒന്നും ഇത്രയൊന്നുമില്ല. അതൊരു പ്രൈം മിനിസ്റ്ററാണ്. അങ്ങനെ നമ്മളിവിടുന്ന് ഈ വഴിയോരയിൽ കൂടി അങ്ങനെ നടന്ന് ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാണ്.
ഇതൊരു ഷിപ്പാണ്. ഇതിലൊരു ഹോട്ടലാക്കി മാറ്റിയിരിക്കുക അവർ. കണ്ടോ, ടേഫോർഡിൽ ഒരു ഹോട്ടലായി. ബാറും ഹോട്ടലും എല്ലാം കൂടെ ചെറിയൊരു കപ്പൽ അടുപ്പിച്ചിട്ടിരിക്കുക. അങ്ങനെ ഇത് നമ്മളിനിയും സിറ്റി സെൻറ്ററിലോട്ട് പോവാണ്. ഇതിൻ്റെ കണ്ടോ, ലിവർപൂൾ. ഒത്തിരി പക്ഷികളെല്ലാം ഈ വെള്ളത്തിൽ കിടക്കുന്നു, കളിക്കുന്നു കാണാം. സീകൾ. അങ്ങനെ നമ്മൾ ഈ ടൗൺ സെൻറ്ററിൽ വന്നിപ്പം ഇതാണ് ഇവിടുത്തെ ഹൈ സ്ട്രീറ്റ് ലിവർപൂളിലെ. ഈ ലിവർപൂളിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. ലിവർപൂൾ യൂണിവേഴ്സിറ്റി ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. UK ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയിലൊന്നാണ്. അവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസുകളും ബ്രിട്ടനിലെ സ്റ്റുഡൻറ്റും അത് ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസുകളിൽ ഒത്തിരി പേര് ഇവിടെ വന്ന് താമസിക്കുകയും അവിടെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റി സെൻറ്ററാണ് ഈ ലിവർപൂൾ സിറ്റി സെൻറ്റർ. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സുകളും ഇവിടെ കാണാൻ സാധിക്കും ഈ സിറ്റി സെൻറ്ററിൽ. ഇതൊരു മാളും കൂടെ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. ഈ മാളും പ്ലസ് ഈ ഹൈ സ്ട്രീറ്റും എല്ലാം കൂടെ ഒരു സ്ഥലമാണിത്. എല്ലാ കടകളും ഈ മാളിലും അതുപോലെ ഈ ഹൈ സ്ട്രീറ്റിലും ഉണ്ട് ഇവിടെ. ഞാൻ വെറുതെ ഈ സൈഡിൽ കൂടെ എല്ലാം നടക്കുകയാണ്. ഓരോ കാഴ്ചകൾ കേട്ട് കടകളെല്ലാം കണ്ട്
ഈ ലിവർപൂൾ സിറ്റി കണ്ടാലും തീരത്തില്ല. അതിനു മാത്രം ഉള്ള ഓരോ സ്ട്രീറ്റുകളും ഇവിടുത്തെ ഓരോ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഒരു സൈഡിലോട്ട് വന്നാൽ മുഴുവൻ റെസ്റ്റോറൻറ്റുകളും എല്ലാം. ഇത് 1 അല്ലെങ്കിൽ 2 ഡേയ്സ് ഒരു ഡേ ഔട്ടിന് പറ്റിയ ഒരു സിറ്റി സെൻറ്ററും കൂടാണ് ലിവർപൂൾ. ലിവർപൂളിലുള്ള ഹോട്ടലുകളൊക്കെ വളരെ ചീപ്പാണ്. ഇവിടെ പ്രീമിയറിനായാലും ഒത്തിരി പ്രീമിയറിന് ഹോട്ടലുകളുണ്ട്. അതിനൊക്കെ വളരെ ചീപ്പാണ്. ഒൺലി തിങ്സ് പാർക്കിങ് മാത്രം കുറച്ച് എക്സ്ട്രാ പൈസ വേണ്ടി വരും. അതുമാത്രമേ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഉള്ളൂ. അല്ലാത്ത എല്ലാം ചീപ്പാണ്. അതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും കേരള റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. ഇങ്ങനെയുള്ള പല UK-ലെയും അതുപോലെ യൂറോപ്പിലെ വീഡിയോകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.